നിതാന്ത നിശബ്ദമായ ഘോരരാവിന്റെ നിഗൂഢതയിലെവിടെയോ ഒരു വിസ്ഫോടനം. അലമുറയുടെ ആർത്തനാദങ്ങളുടെ അന്തരീക്ഷം ഭേദിക്കുന്ന മർമ്മഭേദകമായ അലയൊലികൾ. ആളിപ്പടരുന്ന അഗ്നിയുടെ അസംഖ്യം രാക്ഷസ കൈകൾ ആകാശവിധാനം എത്തിപ്പിടിക്കാൻ വെമ്പുന്ന വിഹ്വലരംഗം. ഇത് വർമാസ് ഫുഡ് പ്രൊഡക്ട്സിന്റെ ആസ്ഥാനമായ ഫാക്ടറി വളപ്പ്. നഗരവീഥികളുടെ ഫയർ എഞ്ചിനുകൾ ചീറിപ്പാഞ്ഞെത്തിക്കൊണ്ടിരിക്കുന്നു. ആ വാഹനങ്ങളിൽ നിന്നുയരുന്ന അപകട മുന്നറിയിപ്പിന്റെ മണിനാദങ്ങൾ നിശബ്ദരാവിൽ നൂറ് നടുക്കങ്ങൾ സൃഷ്ടിച്ചു. ഉറക്കത്തിന്റെ മായിക വിഭ്രാന്തിയിൽ അമർന്നു കിടന്നിരുന്ന ചുളമാനൂർ നിവാസികൾ നടുങ്ങിപ്പിടഞ്ഞെണീറ്റു. എന്താണുണ്ടായത്? എവിടെയാണ്? വീടുകളിൽ വൈദ്യുതി വിളക്കുകൾ തെളിയുന്നു. വാതിലുകൾ തുറക്കപ്പെടുന്നു. ഉത്കണ്ഠയോടെ വീടുകളിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ ആർക്കും ആരോടും കാര്യം തിരക്കേണ്ടി വന്നില്ല. കാരണം ചുളമാനൂർ പ്രദേശം അപ്പാടെ ഭീകരമായ ചുവന്ന പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുകയായിരുന്നു. വർമാസ് ഫുഡ് പ്രൊഡക്ട്സിന്റെ ഫാക്ടറിയിൽ നിന്നുയരുന്ന അഗ്നിനാളങ്ങൾ ആ പ്രദേശങ്ങളിൽ എവിടെ നിന്നാലും വ്യക്തമായ ദൃശ്യമായിരുന്നു. അതു കണ്ടവരുടെ ഹൃദയസ്പന്ദനം ഒരു മാത്രം നിലച്ചിരിക്കാം. അസംഖ്യം വാഹനങ്ങളും ആ വാഹനങ്ങളിൽ നിന്നുള്ള അലമുറകളും വീഥികളിലൂടെ അകന്നുകൊണ്ടിരുന്നു. ആസ്പെറ്റോ ഷീറ്റുകളും മറ്റും പൊട്ടിത്തെറിക്കുന്ന ശബ്ദം പൂരപ്പറമ്പിൽ നിന്നുയരുന്ന കമ്പാ പ്രകടനത്തെ അനുസ്മരിപ്പിച്ചു. കത്തി കത്തി ഉയരുകയാണ്. ഒരു പ്രദേശം അപ്പാടെ നിന്നു കത്തുകയാണ്. ഓടിക്കൂടിയ നാട്ടുകാർ തോറ്റു. ഫയർഫോഴ്സുകാർ പരാജയപ്പെട്ടു. അവരുടെയൊക്കെ ഒത്തൊരുമിച്ചുള്ള ശ്രമങ്ങൾക്കുമീതെ പരിഹാസത്തിന്റെ സീൽക്കാരവുമായി അപ്പോഴും അഗ്നി ആളിക്കത്തിക്കൊണ്ടേയിരുന്നു. ആ അഗ്നിപർവ്വതം കിതച്ചമരാൻ രാവിന്റെ ബാക്കിയാമങ്ങൾ മുഴുവൻ വേണ്ടിവന്നു. വർമാസ് ഫുഡ് പ്രൊഡക്ട്സ് എന്ന സ്ഥാപനം നിന്നിരുന്ന വളപ്പിൽ ചാരക്കൂമ്പാരങ്ങളും അപ്പോഴും പുകയുന്ന ഉരുപ്പടികളും മാത്രം അവശേഷിച്ചു. ഏക്കറുകളോളം വിസ്മൃതമായ ഒരു മഹാശ്മശാനത്തിൽ ഒരുപാട് പേർക്ക് ഒരുമിച്ച് ചിതയൊരുക്കിയതുപോലെ. രാത്രി ഷിഫ്റ്റിൽ ജോലി ചെയ്തിരുന്ന എത്ര തൊഴിലാളികൾ രക്ഷപ്പെട്ടുവെന്ന് ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല. രക്ഷപ്പെട്ടവർ തന്നെ ആശുപത്രി വരാന്തയിൽ ആൾവലിപ്പമുള്ള വാഴയിലയിൽ കിടക്കുകയാണ്. അവരിൽ എത്ര പേർ ഇനി ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന് കണ്ടറിയണം. ജീവൻ തിരിച്ചു കിട്ടിയാലും ബാക്കി ജന്മം കൊണ്ടവർക്ക് ആർക്കും ഒന്നും നേടാൻ കഴിഞ്ഞെന്ന് വരില്ല. ആശുപത്രിയിൽ കൂട്ടനിലവിളി നിലച്ചിരുന്നില്ല. അപ്പോഴും അവിടെ ഡ്യൂട്ടിക്കുണ്ടായിരുന്ന ഡോക്ടർക്ക് പുറമെ ആനന്ദവർമ്മയുടെ അപേക്ഷ മാനിച്ച് അടുത്ത ആശുപത്രികളിലെ ഡോക്ടർമാരും തീപ്പൊള്ളലേറ്റവരെ ശുശ്രൂഷിക്കാൻ സന്നദ്ധരായി എത്തിയിട്ടുണ്ട്. അതവരുടെ ഔദാര്യം, കോവിലകത്തോടുള്ള കടപ്പാട്. എന്തൊക്കെ ആശിച്ചു ഞാൻ എൻ്റെ ദൈവമേ! എൻ്റെ 4 മക്കൾക്കിനി ആരുണ്ട്? എനിക്കിനി എന്തെങ്കിലും പ്രവൃത്തിയെടുക്കാൻ കഴിയുമോ? വയസ്സായ മാതാപിതാക്കൾ എന്തെല്ലാം കൊതിച്ചു, ഒന്നും പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലല്ലോ ദൈവമേ. ഫാക്ടറിയിലെ രാത്രി ഡ്യൂട്ടിക്കാരനായ സൂപ്പർവൈസർ രഘുരാമൻ നായർ പദം ചൊല്ലിക്കരഞ്ഞു. ആനന്ദവർമ്മ ഫാക്ടറിയിലേക്ക് പോകാതെ നേരെ ആശുപത്രിയിലേക്കാണ് വന്നത്. കത്തുന്ന ഫാക്ടറിയേക്കാൾ അദ്ദേഹത്തിന് പ്രാധാന്യം തങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ജീവനക്കാർ തന്നെയായിരുന്നു. ഒരു പൂവ് മാത്രം ചോദിക്കുന്ന ചിലർക്ക് ഒരു പൂക്കാലം മുഴുവൻ കൊടുക്കുന്ന ഈശ്വരനാണ്. ഒരു കുമ്പിൽ വെള്ളം ചോദിച്ചാൽ ഒരു കടൽ ദാനമായി നൽകുന്ന മഹാശക്തിയാണ് പാവങ്ങളായ ഈ മനുഷ്യരോട് ഇത്രയും ക്രൂരത കാട്ടിയത്. ഫാക്ടറി വേണമെങ്കിൽ കത്തിയമർന്നോട്ടെ, അത് പക്ഷേ ഒരു ഒഴിവു ദിനത്തിലായിരുന്നെങ്കിൽ. പക്ഷേ അങ്ങനെയല്ലല്ലോ സംഭവിച്ചത്. ഫാക്ടറി ആരംഭിച്ച ദിനം മുതൽ തുടങ്ങിയ ദുരന്തഘോഷയാത്ര ഒരു മഹാദുരന്തത്തിൽ അവസാനിച്ചിരിക്കുന്നു. ഇത് വിധിവിഹിതമാണെന്ന് സമാശ്വസിക്കുന്നതെങ്ങനെ? അങ്ങനെയല്ലെന്ന് ബോധ്യമുണ്ടെങ്കിലും പക്ഷേ തെളിവെവിടെ? എല്ലാ തൊഴിലാളികളെയും കണ്ടു കഴിയുന്ന ആശ്വസിപ്പിക്കലൊക്കെ ചെയ്തു കഴിഞ്ഞ് ആനന്ദവർമ്മ ഫാക്ടറിയിലേക്ക് പുറപ്പെട്ടുള്ളൂ. വർമാസ് ഫുഡ് പ്രൊഡക്ട്സ് എന്നെഴുതിയിരുന്ന ബോർഡ് എരിഞ്ഞു നിൽക്കുകയായിരുന്നു അപ്പോൾ. അന്നോളം കണ്ടിട്ടില്ലാത്ത ഒരു കൗതുകത്തിന് മുന്നിൽ മിഴിച്ചു നിൽക്കുന്ന ഒരു കുട്ടിയുടെ ഭാവമായിരുന്നു അപ്പോൾ ആനന്ദവർമ്മയുടെ മുഖത്ത്. ഒരു വിളറിയ പുഞ്ചിരി പോലും ഉണ്ടായി. എത്ര എളുപ്പം! അതെ, ഉണ്ടായിരുന്ന ഒന്ന് ഇല്ലാതാവുന്നത് എത്ര എളുപ്പത്തിലാണ്. ഇവിടെ ഒരു ഫാക്ടറി ഉണ്ടായിരുന്നു എന്ന് ആരോട് പറഞ്ഞാലാണ് വിശ്വസിക്കുക? അതിവിടെ പടുത്തുയർത്താൻ എത്ര വർഷങ്ങളുടെ എത്രയെത്ര പേരുടെ കഠിന പ്രയത്നമായിരുന്നു. ഇല്ലാതാവാൻ ഒരു രാവിന്റെ പാതി മാത്രമേ വേണ്ടി വന്നുള്ളൂ. ആനന്ദവർമ്മ കോവിലകത്തെത്തുമ്പോൾ അദ്ദേഹത്തെയും കാത്ത് സർക്കിൾ ഇൻസ്പെക്ടർ ജയരാജ് ഉണ്ടായിരുന്നു.
ജഗന്നാഥവർമ്മയുടെ മുറി തുറന്നിട്ടില്ല. എപ്പോഴും മലർക്കെ തുടർന്നു കിടക്കാറുള്ള ആ മുറി തുറന്നു കാണുന്നതിപ്പോൾ അപൂർവമാണ്. ദിവസവും ഏറെ നേരം പൂമുഖത്തെ ചാരുകസേരയിൽ വന്നിരിക്കാറുള്ള തമ്പുരാൻ പൂമുഖത്തേർക്കുന്നതും അപൂർവം. ജയരാജ് തമ്പുരാന്റെ അടഞ്ഞുകിടന്ന വാതിലിനു നേരെ സഹതാപത്തോടെ നോക്കി. ഫാക്ടറി കത്തിയത് അച്ഛൻ അറിഞ്ഞിട്ടുണ്ടാവും. ഞാനത് പറഞ്ഞിട്ടില്ല. എങ്ങനെയത് പറയുമെന്ന് എനിക്കറിയാഞ്ഞിട്ടാണ്. എങ്കിലും താങ്കൾ വന്ന നിലയ്ക്ക് ഞാൻ അച്ഛനെ കാണട്ടെ. ഇപ്പോഴിപ്പോൾ ദുരന്ത വാർത്തകൾ കേട്ടാൽ അച്ഛൻ ഞെട്ടാറില്ല. കേൾക്കുന്നതെല്ലാം അത്തരം വാർത്തകളായതുകൊണ്ടുമാകാം. ആനന്ദവർമ്മ അച്ഛൻ്റെ മുറിക്ക് നേരെ നടന്നു. മൃദുവായി വാതിലിൽ മുട്ടി. ഞാനാണച്ഛ, കുട്ടൻ. 3-4 മിനിറ്റുകൾ കാത്തു നിൽക്കേണ്ടി വന്നു. പിന്നെയാണ് മുറി തുറക്കപ്പെട്ടത്. വാതിൽ തുറന്നിട്ട് ജഗന്നാഥവർമ്മ പ്രാഞ്ചി കട്ടിലിനു നേരെ നടന്നു. മുന്നിൽ മുഖം കുനിച്ചു നിൽക്കുന്ന മകന്റെ നേരെ തമ്പുരാൻ ഏറെ നേരം നോക്കിയിരുന്നു. പിന്നെ ആ ശബ്ദം കേൾക്കായി. എല്ലാം തീർന്നു അല്ലേ? കമ്പനി അപ്പാടെ ദയിച്ചു അല്ലേ കുട്ടാ? ഞാൻ കണ്ടു. എൻ്റെ ഈ കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടു. ആനന്ദവർമ്മ അച്ഛനു നേരെ മുഖമുയർത്തി. ഉറക്കം വരാതെ ജാലകവും തുറന്നിട്ട് ഞാൻ വെറുതെ കിടക്കുകയായിരുന്നു. അപ്പോഴാണത് കണ്ടത്. ഒരു തീഗോളം. അതൊരു രാപക്ഷിയെപ്പോലെ ഫാക്ടറിയുടെ ഭാഗത്തേക്ക് പറന്നു പോയത് കോവിലകത്തിൻ്റെ മുകളിലൂടെയായിരുന്നു. അതു ചെന്നു വീണാണ് നമ്മുടെ ഫാക്ടറി. തമ്പുരാന്റെ കണ്ണുകളിൽ 2 അഗ്നിനാളങ്ങൾ തിളങ്ങി. ആനന്ദവർമ്മയ്ക്ക് അതൊരു പുതിയ അറിവായിരുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു ചലനം. ദിക്കെങ്കിലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ തമ്പുരാനെ എന്തെങ്കിലും ഒരു മാർഗമുണ്ടാക്കാമോ എന്ന് നോക്കാമായിരുന്നു. ഭട്ടതിരിയുടെ ശബ്ദം. ആ തീകോളം വന്നത് ഏത് ദിശയിൽ നിന്നായിരുന്നു അച്ഛാ? ആനന്ദവർമ്മയിൽ നേരിയൊരുത്സാഹം. ദക്ഷിണ ദിക്കിൽ നിന്നാണെന്ന് വ്യക്തം, തമ്പുരാൻ പറഞ്ഞു. അടുത്ത ക്ഷണം ആനന്ദവർമ്മ മുറിക്ക് പുറത്തേക്കോടി. പടി കയറി വരുന്ന തികച്ചും അപ്രതീക്ഷിതനായ അതിഥിയെ കണ്ട് ഇളയിടത്ത് ഭട്ടതിരി ഒരു മാത്ര സ്തബ്ധനായി. പിന്നെ പൊടുന്നനെ കസേരയിൽ നിന്നെണീറ്റ് പടിക്കലേക്ക് കുതിക്കുകയും ചെയ്തു. ഇങ്ങടെ ബുദ്ധിമുട്ടില്ലായിരുന്നല്ലോ ആനന്ദവർമ്മയെ. ഒരു കുറിമാനം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദൂതൻ അത്രയും മതിയാകുമായിരുന്നല്ലോ. ഞാനവിടേക്ക് പറന്നു വരുമായിരുന്നില്ലേ? കോവിലകത്തെ ഇളയ തമ്പുരാൻ തൻ്റെ ഇല്ലത്തേക്ക് വന്നിരിക്കുന്നു എന്ന സത്യം ഉൾക്കൊള്ളാൻ ഭട്ടതിരിക്ക് കുറച്ച് സമയം വേണ്ടിവന്നു. ഞാൻ വരേണ്ട കാര്യമാണെങ്കിൽ അതിന് ഞാൻ തന്നെ വരേണ്ടേ? ഒരത്യാവശ്യമുണ്ടായി. ആരെയും ആശ്രയിക്കാൻ പോയില്ല. ഇങ്ങു പുറപ്പെട്ടു. ആട്ടെ, അങ്ങയുടെ പൊള്ളലൊക്കെ നിശേഷം സുഖപ്പെട്ടുവോ? കോവിലകത്ത് വെച്ച് പൊള്ളലേറ്റ ഭട്ടതിരിയുടെ മുഖത്തും ശരീരത്തുമൊക്കെ അപ്പോഴും കറുത്ത പാടുകൾ അവശേഷിച്ചിരുന്നു. ഒരു പരാജയത്തിൻ്റെ അടയാളങ്ങൾ. ഇല്ലത്തുണ്ടായിരുന്ന ഏറ്റവും നല്ല കസേരയിൽ ആനന്ദവർമ്മയെ ഇരുത്തി. ആവണപ്പലകയിട്ട് നിലത്തിരുന്നതേയുള്ളൂ ഭട്ടതിരി. ഇനി പറയോ വർമ്മേ, എന്താ വിശേഷിച്ച് പുതിയ സംഭവ വികാസങ്ങൾ വല്ലതും? അതല്ലേ ഇപ്പോൾ ചുളമാനൂരുള്ളൂ. ഫാക്ടറി കത്തി നശിച്ചതൊക്കെ അങ്ങ് അറിഞ്ഞു കാണുമല്ലോ. പക്ഷേ അത് സംഭവിച്ചതുകൊണ്ട് മറ്റൊരു സൂചന ലഭിക്കുകയുണ്ടായി. ഫാക്ടറിക്ക് തീപിടുത്തമുണ്ടാക്കിയ ഒരഗ്നിഗോളം ദക്ഷിണ ദിക്കിൽ നിന്നാണ് വന്നതെന്നൊരു സൂചന. ഇതാ തൊട്ടുമുമ്പ് അച്ഛനാണത് പറഞ്ഞത്, വർമ്മ പറഞ്ഞു. ഭട്ടതിരി ആവണിപ്പലകയിൽ ഒന്നിളകിയിരുന്നു. എന്നിട്ട് തമ്പുരാനത് നല്ല നിശ്ചയമുണ്ടോ? ഉവ്. കോവിലകത്തിന് മുകളിലൂടെയാണ് അഗ്നിഗോളം ഫാക്ടറിക്ക് നേരെ നീങ്ങിയതത്രേ. ഭട്ടതിരിയുടെ നെറ്റിയിൽ ചുളിവ് വീണു. അഗ്നിമാരണം തന്നെ, സംശയമില്ല. ദക്ഷിണ ദിക്കിൽ നിന്നാണത് വന്നതെന്ന് തീർച്ചയാണല്ലോ, അല്ലേ? കാര്യങ്ങൾ പകുതി എളുപ്പമായി. ശത്രുവിൻ്റെ ദിക്ക് ദക്ഷിണഭാഗത്ത് തന്നെ. വിരോധമില്ലാച്ചാൽ വർമ്മ കൂടി ഇവിടത്തെ പൂജാമുറിയിലേക്ക് പോന്നോളൂ. നമുക്കിപ്പോൾ തന്നെ ഒന്ന് നോക്കാം. ഇല്ലത്തെ വിശാലമായ മുറിയായിരുന്നു അത്. ഭിത്തി നിറയെ ഈശ്വരന്മാരുടെ ചിത്രങ്ങൾ. ഒരരുകിൽ കൃഷ്ണശിലാ വിഗ്രഹം. മുറി നിറഞ്ഞു കിടക്കുന്ന ഐശ്വര്യദായകമായ സുഗന്ധം. ഒരു ശ്രീകോവിൽ തന്നെ. പൊള്ളലേറ്റ് ഞാൻ വിശ്രമിച്ച വേളകളിലും വെറുതെ ഇരിക്കുകയായിരുന്നില്ല. കുറേ പുതിയ മന്ത്രങ്ങൾ കൂടി സ്വായത്തമാക്കാൻ കഴിഞ്ഞു. ഗുരുവിൻ്റെ കൈവശമുണ്ടായിരുന്ന കുറേ താളിയോലക്കെട്ടുകൾ കൂടി കടം വാങ്ങി. എനിക്ക് ആദ്യമായി പരാജയം സമ്മാനിച്ച ശത്രു ഇപ്പോൾ കോവിലകത്തിൻ്റേതല്ല, എൻ്റെ മാത്രമാണ്. ഊണിലും ഉറക്കത്തിലുമെല്ലാം ആ ശത്രുവിനെതിരെ നീങ്ങുന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കാറുള്ളൂ.
ഒന്നു മാത്രം പരിശ്രമിച്ചാൽ തീർച്ചയായും അത് കരഗതമാകാതിരിക്കില്ലെന്ന് എൻ്റെ അനുഭവമാണ്. എന്നിട്ടേയുള്ളൂ എനിക്കിനി വിശ്രമം. ഇത്ര കാലവും എനിക്കുണ്ടായിരുന്ന അറിവ് എല്ലാറ്റിനും പോന്നതാണെന്നൊരു ധാരണയുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയല്ലെന്ന് ഈ 60 കഴിഞ്ഞ കാലത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞുള്ളൂ. അതും എനിക്ക് പട്ടും വളയും നൽകി ബഹുമാനിച്ച കോവിലകത്ത് വെച്ച് ആദ്യം പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്ന അവസരത്തിൽ. ഭട്ടതിരി പറയുന്നത് വർമ്മ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇരുന്നത്. ഗുരു കൊടുത്തയച്ച ഗ്രന്ഥങ്ങൾ അപ്പാടെ ആ ഇടവേളയിൽ ഞാൻ ഹൃദിസ്ഥമാക്കി. അഗ്നിസ്തംഭം, ജലസ്തംഭം, വായുസ്തംഭം, ദിശാസ്തംഭം ഒക്കെയുണ്ട് ഗുരു കൊടുത്തയച്ച ഗ്രന്ഥക്കെട്ടുകളിൽ. അതൊക്കെ നമുക്ക് ആവശ്യമായി വരികയും ചെയ്യുമെന്നൊരു തോന്നൽ. ഒരു പക്ഷേ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു സൂചന ലഭിക്കേണ്ടതാണ്. ബാക്കി എത്രയോ എളുപ്പം. 4 വശത്തുകൂടിയും ഒരേപോലുള്ള ആക്രമണം. ശത്രു എത്ര കരുത്തനാണെങ്കിലും അടിപതറിപ്പോകും. ആ സർക്കിൾ ഇൻസ്പെക്ടറും അയാൾക്കാകും മട്ടിൽ ശ്രമിക്കട്ടെ. പ്രത്യക്ഷത്തിൽ അയാളും അപ്രത്യക്ഷമായി ഞാനും. എല്ലാം ഏകകാലത്ത് ശ്രദ്ധിക്കാൻ ബ്രഹ്മാവിന് പോലും സാധിക്കില്ല എന്നുറപ്പാണല്ലോ. അദ്ദേഹം പെട്ടിയുടെ മൂടി തുറന്നു. ആ ക്ഷണം തന്നെ അദ്ദേഹത്തിൻ്റെ തൊണ്ടയിൽ നിന്നൊരു ആക്രന്ദനമുയർന്നു. പുക. പെട്ടിക്കുള്ളിൽ നിന്ന് പുക ഉയരുന്നു. ഒപ്പം ഉണങ്ങിയ ഓല കരിഞ്ഞ മണം പൂജാമുറിയിൽ പരക്കുന്നു. മുഖമടച്ച് കിട്ടിയ ഒരടിയുടെ ആഘാതം പോലെ ഭട്ടതിരി തളിച്ചിരുന്നു. കരയുന്ന ഭാവത്തോടെ അദ്ദേഹം ആനന്ദവർമ്മയെ ഒന്ന് നോക്കി. ആനന്ദവർമ്മയും പകച്ചിരിക്കുകയാണ്. വിറയാർന്ന കൈകൾ കൊണ്ട് ഭട്ടതിരി പെട്ടിയിൽ പരതി. കത്തിക്കരഞ്ഞ താളിയോലകളുടെ ചാരം ആ കൈകളിൽ പുരണ്ടു. ഇപ്പോൾ സംഭവിച്ചതാണിത്. എൻ്റെ മാന്ത്രിക ഗ്രന്ഥങ്ങൾ. ഭട്ടതിരി ഒന്ന് തേങ്ങി. പക്ഷേ തളരില്ല ആനന്ദവർമ്മേ. ഇതത്രയും എൻ്റെ മനസ്സിൽ പിച്ചറത്താളുകൾ കൊത്തിവെച്ചിരിക്കുകയാണ് ഞാൻ. പക്ഷേ ഇത് തിരിച്ചു കൊടുക്കേണ്ടതായിരുന്നു. ഗുരുവിനോട് ഞാൻ ഇനി എന്തു പറയും? ഇന്നിപ്പോൾ ഞാൻ അങ്ങയെ തിരക്കി വന്നില്ലായിരുന്നെങ്കിൽ അങ്ങയുടെ ഗ്രന്ഥങ്ങൾ സുരക്ഷിതമായിരിക്കുമായിരുന്നു. വർമ്മ ഖേദിച്ചു. അതേന്ന് ഭട്ടതിരി തലകുലുക്കി. കോവിലകവുമായി ബന്ധപ്പെടുമ്പോഴൊക്കെയാണ് എനിക്ക് ഈ ദുരന്തങ്ങൾ സംഭവിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യരുതെന്ന ഭീഷണിയാണിതെന്ന് വ്യക്തം. മറ്റാർക്കു വേണ്ടിയാണെങ്കിലും യാതൊരു തടസ്സങ്ങളും ഉണ്ടാകുന്നില്ല. പക്ഷേ ഇതുകൊണ്ടൊന്നും ഞാൻ തളരാൻ പോകുന്നില്ല. ദക്ഷിണദിക്ക് ഏതായാലും അത്രയും അറിയാൻ കഴിഞ്ഞ നിലയ്ക്ക് ഞാനൊരു ദിശാസ്തംഭനം നടത്താൻ പോകുന്നു. ശത്രു ആ ദിക്കിൽ എവിടെയാണെങ്കിലും സ്തംഭനം അഴിക്കും വരെ നിഷ്ക്രിയനായിരിക്കും. നമുക്കൊരു പരീക്ഷണം കൂടിയാണത്. 7 ദിനങ്ങളിലേക്ക് വേണ്ടി തൽക്കാലം ഒരു കർമ്മം ചെയ്യാനാണ് ഞാൻ ഒരുങ്ങുന്നത്. ആ 7 ദിനരാത്രങ്ങളിലും കോവിലകവുമായി ബന്ധമുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും ദുരന്താനുഭവം ഉണ്ടാകുന്നോ എന്ന് പരീക്ഷിക്കാം. ഉണ്ടാകുന്നില്ലെങ്കിൽ വിജയം കയ്യത്തും അകലത്ത് ഉണ്ടായാൽ. ശേഷം ചിന്ത്യം. വർമ്മ ഒരു വിളറിയ ചിരി ചിരിച്ചു. അദ്ദേഹം അപ്പോൾ തന്നെ വിപുലമായൊരു പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. ഒന്നും പിന്നത്തേക്ക് മാറ്റിവെക്കേണ്ടതില്ല. ആനന്ദവർമ്മ വരുന്നത് കാത്ത് കോവിലകത്ത് കുറെ നേരം കൂടി കാത്തെങ്കിലും അദ്ദേഹത്തെ കാണാഞ്ഞപ്പോൾ ജയരാജ് സ്റ്റേഷനിലേക്ക് പോകാനൊരുങ്ങി. വലിയ തമ്പുരാനെ ഇന്ന് കാണണ്ടെന്ന് തന്നെയാണ് ജയരാജ് തീരുമാനിച്ചത്. ജയരാജ് ഫാക്ടറി വളപ്പിലേക്ക് ഒരിക്കൽ കൂടി ചെന്നു. സംശയകരമായ ഒരു സന്ദർഭമോ സംശയിക്കത്തക്കതായി ആരെങ്കിലും കണ്ടെത്താനുള്ള അയാളുടെ ശ്രമങ്ങൾ പരാജയപ്പെട്ടു. മഹസർ തയ്യാറാക്കുന്ന സബ് ഇൻസ്പെക്ടറുടെ ചോദ്യത്തിന് ഒറ്റവാക്കിൽ ജയരാജ് മറുപടി കൊടുത്തു. അപ്രതീക്ഷിതമായ സ്വാഭാവികമായ ഒരപകടം. അതെ, അങ്ങനെ റിപ്പോർട്ട് എഴുതിക്കോളൂ. പിന്നീട് അയാൾ അവിടെ നിന്നില്ല. ജീപ്പിൽ കയറി നേരെ സ്റ്റേഷനിലേക്ക്. സ്വന്തം മുറിയിൽ അങ്ങനെ ആലോചിച്ചിരിക്കെ വെളിപാട് പോലെ ഒരാശയം ജയരാജിന്റെ ചിന്തയിലുദിച്ചു. കോവിലകത്തിന് സംഭവിക്കുന്ന ദുരന്തങ്ങളുടെ പിന്നിലുള്ള വ്യക്തി ഈ ചുളമാനൽ തന്നെയുള്ളവനായിരിക്കുമെന്ന് എന്താണൊരുറപ്പ്? ഏതൊക്കെയോ മാന്ത്രിക ശക്തികളുടെ പ്രവർത്തന ഫലമാണിതെല്ലാം എന്നാണ് എല്ലാവരും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. ലക്ഷണങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിക്കാനാണ് ജയരാജിനെയും പ്രേരിപ്പിക്കുന്നത്. അതൊന്ന് കണ്ടുപിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടിയാൽ മതിയാകും. ചുളമാനൂരിനടുത്തുള്ള ഗ്രാമങ്ങളിലെല്ലാം ഒരന്വേഷണം വ്യാപിപ്പിക്കുക. രഹസ്യമായിട്ടായിരിക്കണം അത്. മന്ത്രതന്ത്രങ്ങളുടെ പേരിൽ ജീവിക്കുന്നവരെയെല്ലാം നിരീക്ഷിക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്യുക. അഥവാ അവരറിയാതെ അവരെ പഠിക്കുക. ഒരാഴ്ചയ്ക്കുള്ളിൽ സാധിക്കുന്ന കാര്യമേയുള്ളൂ. ഇന്നു മുതൽ തന്നെ അത് ചെയ്യണമെന്നാണ് ജയരാജ്
തീരുമാനിച്ചിരിക്കുന്നത്. വെറുമൊരു കേസല്ലിത്. അന്വേഷണം ഏറ്റെടുക്കും മുമ്പ് തന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ തനിക്ക് ഭീഷണി കത്തുകൂടി അയച്ച വേന്ദ്രനെ കണ്ടുപിടിക്കുകയും ചെയ്യണം. താനത് ചെയ്യും. ആനന്ദവർമ്മ ഇറങ്ങിയ പുറകെ വീണ്ടും കഥകടച്ച് അകത്തുനിന്ന് കുറ്റിയിട്ട ജഗന്നാഥവർമ്മ രേഖകൾ സൂക്ഷിക്കുന്ന ഷെൽഫിൽ ഒരു പരിശോധന നടത്തുകയായിരുന്നു. പഴയ രേഖകളിൽ എവിടെയെങ്കിലും ഒരു ശത്രു ഒളിഞ്ഞു കിടപ്പുണ്ടോ എന്ന് നോക്കണം. 1-2 ദിവസമായി അതേക്കുറിച്ച് ആലോചിക്കുന്നു. ഒരു ഷെൽഫ് നിറയെയുണ്ട് കടലാസ് കെട്ടുകൾ. താഴത്തെ തട്ടിൽ പഴയ സാധനങ്ങൾ, പലപ്പോഴും സമ്മാനങ്ങളായി ലഭിച്ചിട്ടുള്ള അപൂർവ കൗതുക വസ്തുക്കൾ. എത്രയോ കാലമായി അതൊക്കെ അന്ന് വെച്ച മാതിരി തന്നെ ഇരിക്കുകയാണ്. കൂട്ടത്തിൽ ചന്ദനത്തറിയിൽ കൊത്തുപണികളോട് കൂടിയ ചെറിയൊരു പെട്ടി. അതും ആരോ സമ്മാനിച്ചത് തന്നെ. വളരെ യാദൃശ്ചികമായി ആ പെട്ടി തമ്പുരാന്റെ കണ്ണിൽപ്പെട്ടു. അതിനുള്ളിലും കാണും എന്തെങ്കിലും. അദ്ദേഹം ആ ചന്ദനപ്പെട്ടി കയ്യിലെടുത്തു. ഒറ്റ നോട്ടത്തിന് അടപ്പുണ്ടെന്ന് തോന്നില്ലെങ്കിലും അടപ്പുള്ളത് തന്നെയായിരുന്നു അത്. ജഗന്നാഥവർമ്മ മെല്ലെ ആ അടപ്പ് തുറന്നു. ഒരു നിമിഷം അതിഭീകരമായ ഒരു നടുക്കം കൊണ്ട് അദ്ദേഹത്തിന്റെ സർവനാഡികളും തളർന്നു. തമ്പുരാൻ സ്തബ്ധനായി. ആ കൈവരികൾക്കിടയിൽ നിന്ന് ചന്ദനപ്പെട്ടി വഴുതി വീണു. ഒരു വിസ്ഫോടനം, 1000 നടുക്കങ്ങൾ. ആകാശമേലാപ്പ് അപ്പാടെ നെറുകയിലേക്ക് അടർന്നു വീണതുപോലെ. സിരകളുടെ ഓരോ അണുവിലും പൊടുന്നനെ പടർന്നു കയറിയ വിറയൽ, ത്രസിപ്പിക്കുന്ന ഹൃദയം. ജഗന്നാഥവർമ്മ കയ്യിൽ നിന്ന് വഴുതി വീണ ചന്ദനപ്പെട്ടിയിലേക്കും അതിൽ നിന്ന് തെറിച്ചു വീണ് പൊട്ടിയ മാലയിലേക്കും ഭയത്തോടെ തുറിച്ചു നോക്കി. സ്വർണം കെട്ടിയ രുദ്രാക്ഷമാലയുടെ ഒരു വലിയ കഷ്ണമെന്നേ പറയണ്ടു. ഒരു പിടിയിൽ ഒതുങ്ങാവുന്ന ഒരു തുണ്ടു മാലയുടെ ബാക്കി ഭാഗം. അത്ര കാലവും മറന്നുകിടന്ന, ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത അസ്വാസ്ഥ്യകരമായ ഒരോർമ്മയുടെ അഗ്നിത്തിര വന്ന് തമ്പുരാനെ പൊതിഞ്ഞു. നെറ്റിയിൽ വിയർപ്പ് കിനിയുന്നു. കണ്ണുകൾക്ക് മുന്നിൽ അർദ്ധരാത്രിയുടെ ഇരുട്ടി വീഴുന്നു. മനക്കണ്ണുകൾക്ക് മുന്നിൽ അസംഖ്യം ദീപപ്രഭകൾ പ്രഭ ചൊരിയുന്ന കോവിലകത്തെ നൃത്തമണ്ഡപം തെളിഞ്ഞു തെളിഞ്ഞു വന്നു. ചെവികളിലേക്ക് മൃദംഗധ്വനികളുടെയും മുരളീരവങ്ങളുടെയും നാദധാര ഒരു ഗംഗാപ്രവാഹം പോലെ. 100 നെയ്ത്തിരികളുടെ പ്രഭാവലയത്തിൽ കുളിച്ചു നിൽക്കുന്ന മറ്റൊരു നിലവിളക്കായി ആനന്ദവല്ലി. അവളുടെ മാന്ത്രിക കാലുകളിൽ ചിലങ്കയുടെ സായുജ്യ നിമിഷം. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ധന്യമായ ചിലങ്കകളാണവ. ആനന്ദവല്ലിയുടെ ചന്ദ്ര നിറമാർന്ന പാദങ്ങളിൽ ചുംബിക്കാനുള്ള ഭാഗ്യം കിട്ടിയ ചിലങ്കകൾ. സ്വയം മറന്ന് നൃത്തം ചെയ്യുകയാണ് ആനന്ദവല്ലി. നൃത്തമണ്ഡപവേദിയുടെ ഇടത്തെ അറ്റത്തിരിക്കുന്ന തന്റെ നേരെ നീളുന്ന ആ ചടുലമിഴികളുടെ പിടയിൽ കാണുമ്പോൾ മനസ്സൊരു പീലി വിയർത്തുന്ന മയൂരമാവുകയായിരുന്നു. തനിക്കത് കോരിത്തരിപ്പിന്റെ മുഹൂർത്തങ്ങൾ. തന്റെ മുമ്പിൽ ഇപ്പോൾ വിഷം നിറഞ്ഞു നിൽക്കുന്ന നൃത്തമണ്ഡപം മാത്രം. അവിടെ നർത്തകിയായി ആനന്ദവല്ലിയും. വാതിലിൽ ആരോ മുട്ടി വിളിക്കുന്നു. ജഗന്നാഥവർമ്മ നടുങ്ങിപ്പോയി. പൊടുന്നനെ കുനിഞ്ഞ് നിലത്തെ വീണ ചന്ദനപ്പെട്ടിയും മാലയും വിറകൈ കൊണ്ടെടുത്ത് തിടുക്കത്തോടെ മാല പെട്ടിയിൽ തന്നെ നിക്ഷേപിച്ച് തലയിണയുടെ അടിയിലേക്ക് വെക്കാനാണ് വർമ്മയ്ക്ക് തോന്നിയത്. പിന്നെ ചെന്ന് വാതിൽ തുറന്നു. മകൾ സേതുബായിയാണ്. അച്ഛനുള്ള പാലുമായി വന്നതാണവൾ. അച്ഛൻ്റെ മുഖത്തെ പാരവശ്യം കണ്ടെങ്കിലും അവൾ അത് ഭാവിച്ചില്ല. അല്ലെങ്കിൽ അത്തരമൊരു ഭാവത്തോടെയല്ലാതെ കോവിലകത്തെ ഏതംഗത്തെയാണ് കാണാൻ കഴിയുക? അച്ഛൻ ഇന്ന് വാതിൽ തുറന്നതേയില്ല. കഴിക്കാൻ എന്തെങ്കിലും ആവശ്യപ്പെട്ടില്ല. അച്ഛൻ ഇങ്ങനെ തളർന്നാലോ? അച്ഛൻ്റെ ധൈര്യം ചോർന്നു വന്നാൽ പിന്നെ ഇവിടെ ആർക്കാ സമാധാനിക്കാവുക? ഇതെങ്കിലും കഴിക്കൂ. മകളുടെ സ്നേഹപൂർണമായ നിർബന്ധത്തിന് മുന്നിൽ തമ്പുരാൻ വഴങ്ങി. രവിവർമ്മയുടെ ദുരന്തം പൂർണ്ണമായപ്പോഴേ സ്റ്റേറ്റിൽ നിന്ന് അവൾക്ക് വരാൻ കഴിഞ്ഞുള്ളൂ. എല്ലാവരും കോവിലകത്തുണ്ടെങ്കിലും ആരുമില്ലാത്ത അവസ്ഥയാണെന്ന് മാത്രം. ആനന്ദൻ എവിടെ മോളെ? രാവിലെ കണ്ടതാ, പിന്നെ എവിടെയും കണ്ടില്ല. വലിയേട്ടൻ പുറത്തേക്കെങ്ങോ പോയിരിക്കുന്നു. എങ്ങോട്ടെന്ന് പറഞ്ഞില്ല. അവൻ വന്നാലുടനെ ഇങ്ങോട്ട് വന്നോളാൻ പറഞ്ഞോളൂ. ഗ്ലാസ് തിരികെ ഏൽപ്പിച്ചുകൊണ്ട് തമ്പുരാൻ പറഞ്ഞു. തമ്പുരാൻ കട്ടിലിൽ കയറി കിടന്നു. കാലവർഷത്തെ കടല് പോലെ വിക്ഷുബ്ധമാണ് ഹൃദയം. വിറകൈകൾ തലയണിക്കടിയിലേക്ക് നീണ്ടു. ചന്ദനപ്പെട്ടിയിൽ ആ വിരലുകൾ സ്പർശിക്കുമ്പോൾ ഉൾക്കിടലമാണുണ്ടാകുന്നത്. അരനൂറ്റാണ്ടിന് മുമ്പേ മറക്കാൻ കൊതിച്ചത് ഇന്നിപ്പോൾ ഓർമ്മിക്കാൻ ഇടവന്നിരിക്കുന്നു. ഉള്ള വേദനകൾക്കിടയിൽ ഇപ്പോഴിതും കൂടി വേണ്ടിയിരുന്നില്ല. ഇന്ന്
താൻ ഇത് കാണേണ്ടിയിരുന്നില്ല. കിടന്നിട്ട് സ്വസ്ഥത തോന്നുന്നില്ലേ? തമ്പുരാൻ വീണ്ടും എഴുന്നേറ്റു. തലയണയ്ക്കിടയിൽ നിന്ന് ചന്ദനപ്പെട്ടിയെടുത്ത് ഷെൽഫിൽ അതിരുന്നെടുത്ത് തന്നെ വെച്ചു. ഷെൽഫ് പൂട്ടി. ഇത്ര കാലവും താൻ ഇതെന്തിനു സൂക്ഷിച്ചു വെച്ചു? അന്നേ വലിച്ചെറിയേണ്ടതായിരുന്നില്ലേ? ഇന്നോളം അന്ന് ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യാൻ കഴിഞ്ഞില്ല. അക്കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയായിരിക്കുമോ ഇപ്പോഴത് കണ്ണിൽപ്പെട്ടത്? നെഞ്ചും തിരുമ്മിക്കൊണ്ട അദ്ദേഹം മുറിയിൽ ഉലാത്തി. ആനന്ദവല്ലിയുടെ കുടുംബത്തിൽ ആരെങ്കിലും ഇന്ന് അവശേഷിച്ചിട്ടുണ്ടോ? ഉണ്ടാവാനിടയില്ല. അന്നേ ആ കുടുംബം അരുതെന്നു കരുതിയിട്ടും ആ ഓർമ്മകൾ തന്നെയാണല്ലോ തിക്കിത്തിരക്കി മനസ്സിലേക്ക് കയറി വരുന്നത്. കൈവിരലുകൾ കൂട്ടിഞ്ഞെരിച്ച് തമ്പുരാൻ ഞൊട്ടുകൾ പൊട്ടിച്ചു. ഒരിക്കൽ കൂടി ചെന്ന് കിടന്നെങ്കിലും ഉടനെ എണീറ്റു. ഇല്ല, സ്വസ്ഥമായി കിടക്കാനാവുന്നില്ല. വീണ്ടും മുറിയിൽ ഉലാത്തൽ തുടർന്നു. കുട്ടൻ എവിടെ പോയിരിക്കുകയാണ്? അവനോട് പഴയ കഥകളെല്ലാം പറഞ്ഞു കേൾപ്പിക്കണോ? തൻ്റെ കാലശേഷമാണെങ്കിലും അവൻ ചന്ദനപ്പെട്ടിയും അതിനുള്ളിലെ സ്വർണ്ണ രുദ്രാക്ഷവും കാണുമെന്നുറപ്പാണ്. അന്നത് അവനൊരു അത്ഭുതമായി അവശേഷിക്കാതെ ഇന്നേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയല്ലേ വേണ്ടത്? ചെറുപ്പത്തിന്റെ തിളപ്പിൽ അച്ഛനു പറ്റിയ ഒരു കൈപ്പിഴയെക്കുറിച്ച് അറിഞ്ഞാൽ അവനത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. പറയാതിരുന്നാലോ? ആകെ ഒരു നിസ്സഹായാവസ്ഥയിൽ പെട്ടുളറുകയാണ് ജഗന്നാഥവർമ്മ. ചന്ദനപ്പെട്ടി ഒളിപ്പിച്ചു വെച്ച് ഷെൽഫിന് നേരെ മിഴികൾ ചെല്ലുമ്പോൾ കിടിലം കൊള്ളുകയും ചെയ്യുന്നു. ആനന്ദവർമ്മ ക്ഷമയോടെ കാത്തിരിക്കുകയായിരുന്നു. ഭട്ടതിരി പൂജാമുറിയിലേക്ക് കയറിയിട്ട് 1.5 നാഴിക. പൂജ കഴിഞ്ഞിട്ടേ പോകാവൂ എന്നാണ് നിർദ്ദേശം. എത്ര നാഴിക ഇരിക്കേണ്ടി വന്നാലും താൻ ബാധ്യസ്ഥനാണ് ഇരിക്കാൻ. ഒരുതരം വാശിയോടെയാണ് അദ്ദേഹം മുറിയിലേക്ക് കയറിയിരിക്കുന്നത്. സുഗന്ധധൂപങ്ങളുടെ ഗന്ധം ഇളയിടത്ത് നിറഞ്ഞു പരക്കുന്നുണ്ട്. ഇടയ്ക്കിടെ കൈമണി അടിക്കുന്ന ശബ്ദം കേൾക്കാനുണ്ട്. അതീവ ജാഗ്രതയോടെ അതിലേറെ വാശിയോടെ ഭട്ടതിരി കർമ്മങ്ങളിൽ മുഴുകിയിരിക്കുകയാണ്. ആ വാതിൽക്കലേക്ക് നോക്കി പ്രതീക്ഷയോടെ ആനന്ദവർമ്മയെ. ഏറെക്കുറെ 1/2 നാഴിക കൂടി കഴിഞ്ഞപ്പോഴേക്കും പൂജാമുറിയുടെ വാതിൽ തുറക്കപ്പെട്ടു. ഒരു വിജയിയുടെ പുഞ്ചിരിയോടെ ആഹ്ലാദവാനായാണ് ഭട്ടതിരി പുറത്തേക്കിറങ്ങി വന്നത്. ഇത്തവണ രക്ഷപ്പെട്ടു വർമ്മേ. ദിശാസ്തംഭം വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ഒപ്പം ആളറിയാതെയാണെങ്കിലും ഒരു നാവടക്കവും. നമുക്ക് വേണ്ടി മന്ത്രം ചൊല്ലുന്നവന്റെ നാവ് ഇനി ഒരാഴ്ചക്കാലത്തേക്ക് ചലിക്കില്ല. ഒരു മന്ത്രവും ആ നാവ് കൊണ്ട് ഉച്ചരിക്കാൻ കഴിയില്ല. മന്ത്രമൊഴിച്ചുള്ളതെന്തും സംസാരിക്കുക പോലും ചെയ്യാം. വളരെ പ്രധാനപ്പെട്ട ദിനങ്ങളാണ് ഇനി വരുന്ന ഒരാഴ്ച. ഈ ദിവസങ്ങളിൽ കോവിലകത്ത് എന്തെങ്കിലും ദുർനിമിത്തങ്ങൾ കാണുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഉണ്ടാവാനിടയില്ല. ശത്രു ദക്ഷിണ ദിക്കിനാണുള്ളതെങ്കിൽ 7 ദിനങ്ങൾ കഴിഞ്ഞ് വളരെയേറെ ശ്രദ്ധിക്കുകയും വേണം. ഒരു മാന്ത്രികനെ സംബന്ധിച്ചിടത്തോളം ഒരാഴ്ച നിശബ്ദനാവുകയെന്നാൽ അതിലും വലിയൊരു അടിയേൽക്കാനില്ല. ഒരു മന്ത്രം പോലും മനസ്സിലാലോചിക്കാൻ കഴിയാതെയാണ് ഒരാഴ്ചയെന്ന് ഓർക്കണം. അതു കഴിഞ്ഞാൽ അതുവരെ ഉണ്ടായിരുന്ന പക ഒന്നുകൂടി ആളുകത്തിക്കുകയും ഫലം. അതിനു മുമ്പേ ബാക്കി ഉപരോധങ്ങൾ കൂടി നമ്മൾ ഏർപ്പെടുത്തണം. ഒരാഴ്ച അതിന് ധാരാളം മതി. അവിടെ നിർവീര്യമാകുന്ന കാലയളവിൽ തന്നെ ഇവിടെ വീര്യം ഉൾക്കൊള്ളണമെന്നർത്ഥം. ഏതായാലും വർമ്മ സമാധാനത്തോടെ പോകൂ. 2 നാൾക്കുള്ളിൽ ഞാൻ അവിടേക്ക് വരുന്നുണ്ടെന്ന് തമ്പുരാനോട് പറയുക. ആനന്ദവർമ്മ കോവിലകത്തേക്ക് തിരിച്ചു പോന്നു. കാറിൽ നിന്നിറങ്ങിയ ഉടൻ അറിഞ്ഞു അച്ഛൻ തന്നെ അന്വേഷിച്ചിരിക്കുകയാണെന്ന്. നേരെ അച്ഛൻ്റെ മുറിയിലേക്ക് ചെന്നു. ജാലകത്തിനു പിന്നിൽ പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്ന ജഗന്നാഥവർമ്മ മുറിയിൽ കാൽപെരുമാറ്റം കേട്ട് മെല്ലെ തിരിഞ്ഞു. മകന്റെ മുഖത്ത് തന്നെ നോക്കി നിമിഷങ്ങളോളം അദ്ദേഹം നിന്നു. ആരോടും പറയാതെ നീ എവിടെ പോയിരിക്കുകയായിരുന്നു കുട്ടാ? തമ്പുരാൻ ചോദിച്ചു. ഒരു ശുഭവാർത്ത ഉണ്ട്. ഞാൻ നമ്മുടെ ഭട്ടതിരിയുടെ ഇല്ലം വരെ ഒന്ന് പോയി. അടുത്ത 7 ദിവസങ്ങൾക്കുള്ളിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും കോവിലകത്ത് സംഭവിക്കുന്നില്ലെങ്കിൽ തുടർന്ന് ഒന്നും സംഭവിക്കാതിരിക്കാനുള്ള ഒരു വഴി തെളിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇന്നു മുതൽ കാക്കണം. എല്ലാം ശരിയാവുമെന്നെൻ്റെ മനസ്സ് പറയുന്നു. ഭട്ടതിരി 2 നാൾക്കകം ഇങ്ങോട്ടെത്തുകയും ചെയ്യും. തമ്പുരാൻ ഒന്ന് മൂളി. ഒരാൾ ചെയ്യുന്ന തെറ്റിൻ്റെ ഫലം നിരപരാധികളായ അയാളുടെ പിൻഗാമികൾ അനുഭവിക്കേണ്ടി വരുന്നത് ന്യായമാണോ കുട്ടാ? തെറ്റു ചെയ്യുന്ന ആൾക്ക് മാത്രമല്ലേ അത് അനുഭവിക്കേണ്ടതുള്ളൂ? വല്ലാത്തൊരു ചോദ്യം. അതും തീരെ അപ്രതീക്ഷിതമായി അപ്രധാനമായൊരു സമയത്ത് ചോദിച്ച അച്ഛനെ അത്ഭുതഭാവത്തിലാണ് ആനന്ദവർമ്മ നോക്കിയത്. ഇപ്പോഴെന്തേ ഇങ്ങനെയൊരു ചോദ്യത്തിന് പ്രസക്തി? നിമിഷങ്ങളോളം ആനന്ദവർമ്മ നിശബ്ദനായി തന്നെ നിന്നു. നീയെന്താ മറുപടി പറയാത്തത്?
മകന്റെ മറുപടി അറിയാൻ ജഗന്നാഥവർമ്മയ്ക്ക് തിടുക്കമായി. അത് ചെയ്ത തെറ്റിന്റെ സ്വഭാവമനുസരിച്ചു മഹർഷിമാരെ കവർച്ച ചെയ്ത വാൽമീകി ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത് വാൽമീകി മാത്രമായിരുന്നില്ലേ? പക്ഷേ അദ്ദേഹം എഴുതിയ രാമായണത്തിലെ ദശരഥൻ ചെയ്ത തെറ്റിന്റെ ശിക്ഷയോ? അതനുഭവിക്കേണ്ടി വന്നത് അദ്ദേഹത്തിന്റെ മക്കളും മക്കളുടെ മക്കളും കുടുംബക്കാരുമൊക്കെ ആയിരുന്നില്ലേ? അപ്പോ തലമുറകൾ അനുഭവിക്കേണ്ട തെറ്റുകളുമുണ്ട്. അച്ഛനെന്താ ഉദ്ദേശിക്കുന്നത്? തമ്പുരാൻ തലകുലുക്കി. മകൻ പറഞ്ഞത് ശരിയെന്നോ തെറ്റെന്നോ വ്യാഖ്യാനിക്കാവുന്ന ഒരു തലയാട്ടൽ. അടുത്ത ക്ഷണം ഏതോ ഉൾപ്രേരണയാലെന്നോണം തമ്പുരാൻ ഷെൽഫിനു നേരെ നടന്നു. അത് തുറന്നു. നേരത്തെ ഒളിച്ചുവെച്ച ചന്ദനപ്പെട്ടി കയ്യിലെടുത്തു. അച്ഛൻ്റെ ആ പ്രവൃത്തിയുടെ പൊരുൾ ആനന്ദവർമ്മയ്ക്ക് മനസ്സിലായതേയില്ല. ആ കഥ കടിച്ച് കുറ്റിയിട്ട് നീ ഇവിടെ എൻ്റെ അടുത്ത് വന്നിരിക്കെ. ഞാനൊരു കഥ പറയാം. അച്ഛൻ ചെയ്ത വലിയൊരു തെറ്റിൻ്റെ കഥ. ആനന്ദവർമ്മ അച്ഛനെ മിഴിച്ചു നോക്കി. സർക്കിൾ ഇൻസ്പെക്ടർ ജയരാജന്റെ മുന്നിൽ തൊഴുകൈയുമായി നിന്ന് മുനുസ്വാമി വിറച്ചു. കണ്ണുകളിലൂടെ തന്റെ ഹൃദയത്തിന്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ജയരാജന്റെ മിഴിമുനകൾക്ക് മുന്നിൽ മുനുസ്വാമി പതറുകയും ചെയ്തു. ഒരു മാത്ര നേരത്തേക്ക് ഇദ്ദേഹത്തിന്റെ കണ്ണുകളൊന്ന് പാളിയിരുന്നെങ്കിലെന്ന് കൊതിച്ചു. പക്ഷേ മുനുസ്വാമിയുടെ ആഗ്രഹം പോലെയല്ല കാര്യങ്ങൾ കലാശിച്ചത്. കസേരയിൽ നിന്ന് എഴുന്നേറ്റ് മേശയിൽ ചാരി നിന്ന് ഊറി ഊറി ചിരിക്കുകയാണ് ജയരാജ്. ഈ നിൽപ്പ് നിൽക്കാൻ തുടങ്ങിയിട്ട് അരനാഴിയെങ്കിലും ആയിക്കാണും. അദ്ദേഹം എന്തെങ്കിലും ഇങ്ങോട്ട് ചോദിച്ചാലും മതിയായിരുന്നു. എങ്കിൽപ്പോലും പകുതി ആശ്വാസമായേനെ. ഈ നിശബ്ദതയ്ക്കാണ് ഭീകരത. മൗനമാണ് ഭയപ്പെടുത്തുന്നത്. നീയാണ് മന്ത്രവാദി അല്ലേടാ? നിനക്ക് എന്തൊക്കെ മന്ത്രങ്ങൾ അറിയാം? ആൾമാറാട്ടം അറിയാമോ? ആഭിചാരം കൊണ്ട് ആളെ കൊല്ലാൻ അറിയാമോ? ജയരാജ് ഒടുവിൽ ശബ്ദിക്കുന്നു. നിറഞ്ഞ പരിഹാസത്തിന്റെ ഈണമായിരുന്നു വാക്കുകൾക്ക്. മുനുസ്വാമി നിന്നുരുകി. എന്നാലും ഇത്തിരി ആശ്വാസം തോന്നി. അദ്ദേഹം ഒന്ന് ശബ്ദിച്ചു കേട്ടല്ലോ. യഥാർത്ഥത്തിൽ മുനുസ്വാമിക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ തന്നെ ഇങ്ങോട്ട് പൊക്കിക്കൊണ്ട് വന്നിരിക്കുന്നത് എന്തിനാണെന്ന്. ഇവിടെ വന്നിട്ടും ഒന്നും മനസ്സിലാവുന്നില്ല. മണിമംഗലം ഗ്രാമത്തിലെ ഒരു സാധാരണ മാന്ത്രികൻ മാത്രമാണ് മുനുസ്വാമി. അപ്പൂപ്പൻ മാന്ത്രികനായിരുന്നു, അച്ഛൻ മാന്ത്രികനായിരുന്നു. ആ പാരമ്പര്യം മുനുസ്വാമി ഇപ്പോൾ തുടരുന്നു എന്നേയുള്ളൂ. പരമ്പരാഗതമായുള്ള ഏക വരുമാന മാർഗം. വാഗീരെ തമ്പുരാൻ കൽപ്പിച്ചരുളിയ വയറ്റിപ്പിഴപ്പിന്റെ മാർഗം. ഇന്ന് വൈകുന്നേരം ഒരു ആഭിചാര കർമ്മമുണ്ട്. ഒരു പെണ്ണിന്റെ മേൽ ഗന്ധർവന്റെ വിളയാട്ടം. രാത്രികാലങ്ങളിൽ അവൾ പുരുഷന്റെ ശബ്ദത്തിൽ സംസാരിക്കുന്നു, പുരുഷന്റെ ചേഷ്ടകൾ കാണിക്കുന്നു. അച്ഛന്റെ ബീഡിക്കെട്ടിൽ നിന്ന് ബീഡി ഊരി ചുണ്ടിൽ വെച്ച് കത്തിച്ചു വലിക്കുന്നു. പറഞ്ഞു കേട്ടപ്പോഴേ ഒന്ന് ശങ്കിച്ചതാണ്. ബീഡി വലിക്കുന്ന ഗന്ധർവനുണ്ടോ? അങ്ങനെയൊന്നും കേട്ടിട്ടില്ല. എങ്കിലും വന്നവരെ നിരാശപ്പെടുത്തിയില്ല. താൻ ശങ്കിച്ചാൽ അവർ പതറും. അവർ പതറിയാൽ തൻ്റെ കുടുംബത്തിലെ 6 അംഗങ്ങൾ പട്ടിണി കിടക്കും. അതുകൊണ്ട് തന്നെ കേട്ട മാത്രയിൽ ഗന്ധർവാവേശത്തിന് പുറമെ ഏതോ നീചശക്തിയുടെ പ്രേരണ കൂടിയുണ്ട്. നമുക്ക് ശരിയാക്കാം. വൈകുന്നേരം കുട്ടിയെ കൊണ്ടുപോന്നോളൂ. അപ്പോഴേക്കും കർമ്മങ്ങൾക്കുള്ളതെല്ലാം ഞാൻ ഒരുക്കിക്കൊള്ളാം. ചാർത്തനുസരിച്ച് വാങ്ങേണ്ട വസ്തുക്കളുടെ തുക അപ്പോൾ തന്നെ അഡ്വാൻസായി കയ്യിൽ വാങ്ങി. ആഗതൻ പടിയിറങ്ങിയ ഉടനെ മകനെ റേഷൻ കടയിലേക്ക് അയക്കുകയാണുണ്ടായത്. അരി കൊണ്ടുവന്നാലേ ഉച്ചയ്ക്കെങ്കിലും കഞ്ഞികൂടി നടക്കൂ. വെറും വയറോടെ പെണ്ണിന്റെ മുതുകത്ത് നിന്ന് ഗന്ധർവനെ ഇറക്കിവിടുന്നതെങ്ങനെ? ഒരാഴ്ചയായി ഒരു തകിടെഴുത്തിനോ ചരട് ജപിക്കാനോ പോലും ഒരുത്തന് വരാത്തതിൽ ദുഃഖിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴല്ലേ ഭാഗ്യത്തിന്റെ ഒരു വരവ്. നിറഞ്ഞ ആഹ്ലാദത്തോടെയാണ് സാധനങ്ങൾ വാങ്ങാൻ സഞ്ചിയും എടുത്തിറങ്ങിയത്. ഉച്ചയ്ക്ക് വയർ നിറയുമെന്ന പ്രതീക്ഷ തന്നെ വിശപ്പ് കെടുത്തിയിരുന്നു. ഇനിയൊന്നും കഴിച്ചില്ലെങ്കിലും വേണ്ടിയില്ല, വൈകുന്നേരം ഈ ബാധ ഇറക്കണം. പതിവ് കടയിൽ തന്നെയാണ് പൂജയ്ക്കുള്ള സാധനങ്ങൾ വാങ്ങിയത്. അതുമായി തിരിച്ച് വീട്ടിലെത്തി. ഇനം തിരിച്ച് ഒരുക്കുകൾ ഒരുക്കാൻ തുടങ്ങുമ്പോഴാണ് പടിക്കൽ ഒരു ജീപ്പിന്റെ ഇരമ്പം കേട്ടത്. കറുകപ്പുല്ല് ശ്രദ്ധയോടെ മുറിച്ചുകൊണ്ടിരിക്കെ തന്നെ ആ നടുക്കം ഇതാ ഇപ്പോഴും ഉള്ളിലൊരു 9ാം ഉത്സവത്തിന്റെ പമ്പമേള മുതിർത്തുകൊണ്ടിരിക്കുന്നു. നീയാണോടാ മന്ത്രവാദി മുനുസ്വാമി? കാക്കി ഷർട്ടിന്റെ കയ്യിൽ വെളുത്ത 3 വെള്ള വി അടയാളമുള്ള പോലീസുകാരനാണ് ചോദിച്ചത്. ഒട്ടും മയമില്ലാതെ. തല കുലുക്കാനേ കഴിഞ്ഞുള്ളൂ. എങ്കിൽ ജീപ്പിലേക്ക് കയറിക്കോ, വല്യമാനെ തന്നെ ഒന്ന് കാണണമെന്ന്. കയ്യിൽ നിന്ന് കറുകപ്പുല്ലും കത്തിയും വഴുതി. പോലീസുകാരോടൊപ്പം ജീപ്പിനരികിലേക്ക് നടന്നപ്പോൾ പിന്നിൽ നിലവിളി കേട്ടു. മുനുസ്വാമി ദയനീയമായി ജയരാജിനെ നോക്കി. ചോദിച്ചത് കേട്ടില്ലേ? ആഭിചാരം കൊണ്ട് ആളെ കൊല്ലാൻ അറിയുമോ എന്ന്. ഇല്ലേ മാനെ,
അങ്ങനെയൊന്നും നടപ്പില്ല. അടിയൻ അത്തരം വിധിയൊന്നും അറിയില്ല. പിന്നെ നീ എന്തിനാടാ ഇന്ന് പൂജാസാധനങ്ങൾ വാങ്ങിയത്? കഴിഞ്ഞ 2 ദിവസം മുമ്പേ നീ ഇതുപോലെ ഒരു പൂജയ്ക്കുള്ളത് വാങ്ങുകയും പൂജ നടത്തുകയും ചെയ്തില്ലേ? ആര് പറഞ്ഞിട്ടാണത് നീ ചെയ്തത്? സത്യം പറഞ്ഞോണം, ഒന്നും ഒളിക്കാൻ ശ്രമിക്കരുത്. കള്ളം പറയാനാ ഭാവമെങ്കിൽ ഈ സ്റ്റേഷന്റെ പടി ഇനി ഇറങ്ങാമെന്നോർക്കണ്ട. സൗമ്യമായി പക്ഷേ രൂക്ഷമായിട്ടാണ് ജയരാജ് മുനുസ്വാമിയെ ചോദ്യം ചെയ്തത്. താൻ സ്വപ്നത്തിൽ പോലും ആലോചിക്കാത്ത ആരോപണങ്ങൾ കേട്ട് മുനുസ്വാമി അന്തം വിട്ടു. 1-2 മാസം കൂടി അടിയൻ ഇന്നാണ് യജമാനി ഒരു പൂജയ്ക്കുള്ള അനുസാരികൾ വാങ്ങിയത്. സത്യമാണ്, വൈകുന്നേരം ഒരു ബാധ ഒഴിപ്പിക്കുന്ന ചടങ്ങുണ്ട്. അടിയന്റെ ആകെയുള്ള വയറ്റുപിഴപ്പാണ് യമാനെ, അല്ലാതെ മറ്റൊന്നും എനിക്കറിയില്ല. മുനുസ്വാമി വിയർക്കാൻ തുടങ്ങി. നീ ഒഴിപ്പിച്ചാൽ ബാധ ഇറങ്ങുമോ? എങ്ങനെയാടാ അത്? ഒന്ന് പറഞ്ഞു കേൾപ്പിച്ചേ. ഒക്കെ ഒരു വിശ്വാസം വാങ്ങുന്നേ. ബാധ കേറിയെന്ന് പറയുന്നത് കേറിയവന്റെ അന്ധവിശ്വാസം. മന്ത്രക്കളവും വിളക്കുകളും തെള്ളിപ്പടിയറുമൊക്കെ കണ്ട് ഭയന്ന് അതിറങ്ങിയെന്ന് പറയുന്നതും മറ്റൊരു വിശ്വാസം. ഇറങ്ങിപ്പോയെന്ന് വിശ്വസിപ്പിക്കുന്നിടത്ത് എന്നെപ്പോലുള്ള പാവങ്ങൾ ജയിക്കും. ജയരാജിന്റെ ഉള്ളിൽ ചിരിമുട്ടി. അത് പക്ഷേ അയാൾ അടക്കി. ഒരുപാട് നേരം തിരിച്ചും മറിച്ചും ചോദിച്ചിട്ടും തനിക്കറിയേണ്ടതിന്റെ ഒരു സൂചനയെങ്കിലും ലഭിച്ചില്ല. ഈ പാവം ഒരു നിരപരാധിയാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്യും. എപ്പോ വിളിച്ചാലും വരേണ്ടി വരുമെന്നുള്ള താക്കീതും കൊടുത്ത് മുനുസ്വാമിയെ ഇറക്കിവിട്ടു. ജീവൻ തിരിച്ചു കിട്ടിയ ആഹ്ലാദവുമായി അയാൾ മടങ്ങി. പോകുന്ന പോക്കിൽ പകലെ സാധനങ്ങൾ വാങ്ങിയ കടയിൽ ചെന്ന് പരാതി പറയാനും മുനുസ്വാമി മറന്നില്ല. എന്തൊരു ചതിവാ ചെയ്തത് ഷേണായി. എന്നെക്കുറിച്ച് എന്തൊക്കെയാ നിങ്ങൾ പോലീസിനോട് പറഞ്ഞു പിടിപ്പിച്ചത്? നിങ്ങളെപ്പോലെ തന്നെ വിശപ്പും ദാഹവും ഒക്കെയുള്ള ഒരു മനുഷ്യജീവിയല്ലേ ഞാനും. എന്റെ കഞ്ഞിയിൽ മണ്ണിടരുതായിരുന്നു. ഞാൻ എന്ത് ചെയ്യാനാ മുനുസ്വാമി? ഇവിടെ നിന്ന് ആരൊക്കെ എന്തൊക്കെ പൂജാ സാധനങ്ങൾ വാങ്ങുന്നുണ്ടെന്ന് അറിയിക്കണമെന്നായിരുന്നു സർക്കിളേമാന്റെ നിർദ്ദേശം. അങ്ങനെ ആരെങ്കിലും വാങ്ങിയാലുടനെ അവരെ അറിയിക്കണം പോലും. അത് ചെയ്തില്ലെങ്കിൽ എന്റെ ചോറിലും പാറ്റേ വീഴില്ലേ? ഇവർക്ക് ആരെയോ സംശയമുണ്ട്. അതെന്താണെന്നറിയാൻ വയ്യ. ഇക്കൂട്ടരും വ്യാജന്മാരെ വല്ലവരും ഇറങ്ങിയിട്ടുണ്ടോന്നോ എന്റെ ഭയം. ജീവിതത്തിൽ ആദ്യമായി പോലീസിലും കയറേണ്ടി വന്നു. എന്തു ചെയ്യും? എന്റെ അച്ഛന് തന്നിട്ട് പോകാൻ ഇതുമാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. മുനുസ്വാമി വിഷാദിച്ചു. നവരാത്രി ഉത്സവത്തിന് കോവിലകത്തെ മണിമണ്ഡപം അണിഞ്ഞൊരുങ്ങിയ നാളുകൾ തുടങ്ങിയാൽ രാപ്പകൽ നൃത്തങ്ങളുണ്ടാകും. കുട്ടികൾ നൃത്തം പഠിച്ചാൽ അരങ്ങേറ്റം നടത്തുന്നത് നവരാത്രി മണ്ഡപത്തിലായിരിക്കും. കോവിലകത്തെ മണ്ഡപത്തിൽ തന്നെ അരങ്ങേറ്റം കുറിക്കണമെന്ന് അവർക്കൊക്കെയും ഒരു വഴിപാട് പോലെയായിരുന്നു. ജഗന്നാഥവർമ്മ പഴയകാല ഓർമ്മയിൽ നിന്ന് ആ മുഹൂർത്തങ്ങൾ പരതിയെടുക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന നിലയിലാണ് തമ്പുരാൻ തുടങ്ങിയത്. ഒരു നവരാത്രി കാലത്തെ ഓർമ്മകൾക്ക് അത്ര വലിയ പ്രാധാന്യമൊന്നും ആനന്ദവർമ്മയ്ക്ക് തോന്നിയില്ല. പക്ഷെ അനുസരിച്ച് അച്ഛൻ പറയുന്നത് ശ്രദ്ധയോടെ കേട്ടിരിക്കാൻ തന്നെയാണ് അദ്ദേഹം തീരുമാനിച്ചത്. നരച്ച നീണ്ട താടിയിൽ വിരലുകൾ ഓടിച്ച് മുഖവും കുനിച്ചിരുന്ന് തമ്പുരാൻ പറഞ്ഞുകൊണ്ടിരുന്നു. ആസ്ഥാന നർത്തകി എന്ന നിലയിലായിരുന്നു ആനന്ദവല്ലിക്കെന്ന് കൊട്ടാരത്തിൽ സ്ഥാനം. നൃത്തമണ്ഡപത്തിന്റെ സർവ്വ ഐശ്വര്യങ്ങളും അവളായിരുന്നു എന്ന് പറഞ്ഞാൽ അതാണ് വാസ്തവം. ആനന്ദവല്ലിയുടെ അനുഗ്രഹം കൂടി അരങ്ങേറ്റത്തിന് വരുന്ന കുട്ടികൾ ആഗ്രഹിച്ചിട്ടുണ്ടാവണം. എനിക്കെന്ന് 20 കഴിഞ്ഞ പ്രായം. മുത്തച്ഛനാണ് ഭരണം. 2-3 കൊല്ലങ്ങൾക്കുള്ളിൽ മുത്തച്ഛൻ തീപ്പെടുകയും അച്ഛൻ അഭിഷിക്തനാവുകയും ചെയ്തു. രാജാവിന്റെ മകൻ എന്ന നിലയിൽ എനിക്കന്നുള്ള ബഹുമതി എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ കുട്ടന് മനസ്സിലാവുന്നു തോന്നുന്നില്ല. രാജാവിനെ പോലെ ബഹുമാന്യനായിരുന്നു ഞാനും. തിരുവായ്ക്ക് എതിർവായില്ല. ആഗ്രഹിക്കുന്നതെന്തും ആഗ്രഹിക്കുന്ന നിമിഷം കരഗതമാകും. അസാധ്യമായൊന്നും എനിക്കന്നുണ്ടായിരുന്നില്ല. ആ അഹങ്കാരമാവാം ഒരു അപകടത്തിന്റെ വക്കിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയതെന്ന് തോന്നുന്നു. അന്നും ഇന്നും അരുതായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ പാടില്ലായിരുന്നു എന്ന് തോന്നുന്ന ഒരു സംഭവം. പക്ഷേ പ്രായം. അശ്വമേധത്തിന് വേണ്ടി അഴിച്ചുവിട്ട കുതിരയുടെ ചാബല്യമായിരുന്നു ആ പ്രായത്തിന്. ഒരു രാജാവിന്റെ മകനായ എനിക്ക് ഒരിക്കലും തോന്നിക്കൂടാത്തത് തോന്നിപ്പോയ മുഹൂർത്തം. ഒത്തിരി കാലങ്ങൾക്ക് ശേഷം കുട്ട ഇന്നതെല്ലാം എന്നെ വേദനിപ്പിച്ചുകൊണ്ടെന്റെ മനസ്സിലേക്ക് കയറി വന്നു. ജഗന്നാഥവർമ്മ ഒന്ന് നിർത്തി. ആ കണ്ണുകൾ നിറഞ്ഞു വരുന്നത് കണ്ട് ആനന്ദവർമ്മ പകച്ചു. അച്ഛൻ കരയുന്നു. പക്ഷേ എന്തിന്? ഒരു നിമിഷത്തെ ഇടവേളയ്ക്ക് ശേഷം തമ്പുരാൻ തുടർന്നു. എങ്ങനെയെന്നറിയില്ല, എപ്പോഴൊന്നും അറിയില്ല.
ഞാൻ പോലും അറിയാത്ത ഏതോ ഒരു ദിവസം മുതൽ, അല്ലെങ്കിൽ ഏതോ ഒരു നിമിഷം മുതൽ ആനന്ദവല്ലി എന്റെ മനസ്സിലെ മണിമണ്ഡപത്തിൽ കയറി നിന്ന് നൃത്തം ചെയ്യാൻ തുടങ്ങി. ഒട്ടൊരതിശയത്തോടെ അച്ഛനെ നോക്കിയിരിക്കെ ജാലകവാതിന് പിന്നിലെ നടന്നു ചെന്ന ജഗന്നാഥവർമ്മ പുറത്തേക്ക് നോക്കി നിന്ന് പറയാൻ തുടങ്ങി. മകന് മുഖം കൊടുക്കാനുള്ള വിമുഖതയാകാം കാരണം, അല്ലെങ്കിൽ മകന്റെ മുഖത്ത് നോക്കി പറയാനുള്ളത് പറഞ്ഞു തീർക്കാനാവില്ലെന്ന തോന്നലുമാകാം. ഏതായാലും ആദ്യമായാണ് അച്ഛൻ ഇത്തരം ഒരു കാര്യം തന്നോട് പറയുന്നത്. എന്തു തന്നെയായാലും അത് മനസ്സിലാക്കിയിരിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ 18നും 20നും ഇടയ്ക്കുള്ള ഒരു കാലമാണെന്ന് നിനക്ക് ഓർമ്മയുണ്ടാവണം. നീ ജനിക്കുന്നതിനും 7-8 കൊല്ലങ്ങൾക്ക് മുമ്പേ. അത് കഴിഞ്ഞിട്ടിപ്പോൾ 60-65 കൊല്ലമാകുന്നു. എൻ്റെ പ്രായം തന്നെയായിരുന്നു ആനന്ദവല്ലിക്കും. പ്രായത്തിന്റെ ചാബല്യമോ അറിവില്ലായ്മയോ എന്താണ് അന്നെന്നെ ഭരിച്ചിരുന്നതെന്ന് കൃത്യമായി പറയുക വയ്യ. ഏതായാലും ചെയ്തത് മഹാ തെറ്റ് തന്നെയാണെന്ന് തീർച്ച. ഇപ്പോൾ ആലോചിക്കുമ്പോഴും ആ തെറ്റ് എനിക്ക് ബോധ്യമാകുന്നുണ്ട്. കൊട്ടാരത്തിലെത്തുന്ന ആരും രാജാവിന്റെ ദാസരാണെന്ന് അഹങ്കരിച്ചിരുന്ന കാലം. അവരത്രയും രാജകൽപ്പന അക്ഷരം പ്രതി അനുസരിക്കേണ്ടവരാണെന്ന ന്യായം. പക്ഷേ എൻ്റെ ആ വിശ്വാസമൊക്കെ കടപുഴകി വീണത് ആനന്ദവല്ലിയുടെ മുന്നിലാണ്. അച്ഛൻ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയാനുള്ള ഉത്കണ്ഠ ആനന്ദവർമ്മയ്ക്ക് ഏറുകയാണ്. പറഞ്ഞു തീരും വരെ ക്ഷമയോടെ കാത്തിരുന്നേ പറ്റൂ. ആനന്ദവല്ലിയെ എനിക്കിഷ്ടമായിരുന്നു. നിനക്കത് മനസ്സിലാവും. എല്ലാ അർത്ഥത്തിലും അവളെന്നെ ആകർഷിച്ചു. അവളുടെ നൃത്തമുള്ള ദിവസം മണിമണ്ഡപത്തിലെ അവസാനക്കാരൻ ഞാനായിരിക്കും. അവളുടെ പെരുമാറ്റം, വാക്ക്, നോക്ക്, ചലനങ്ങൾ എല്ലാം സ്വപ്നം കാണുന്ന കാലം. വായ് പൊത്തിയേ അവൾ സംസാരിക്കുമായിരുന്നുള്ളൂ. എൻ്റെ താല്പര്യം അവളും മനസ്സിലാക്കിയിട്ടുണ്ടാവണം. ഒരു ദിവസം നൃത്തം തുടങ്ങും മുമ്പ് ഒറ്റയ്ക്ക് ലഭിച്ചപ്പോൾ ഞാൻ എൻ്റെ മനസ്സ് അവൾക്ക് മുന്നിൽ തുറന്നു വെച്ചു. അരുതേ തമ്പുരാനെ, അങ്ങ് അങ്ങനെയൊന്നും ആലോചിക്കുക പോലും ചെയ്യരുത്. ഞാൻ ഇവിടത്തെ ദാസി മാത്രമാണ്. പക്ഷേ ഒരിക്കലും അതിലപ്പുറം പദവിയൊന്നും അടിയനു വേണ്ട. അവൾ പിന്നെന്തൊക്കെയോ കൂടി പറഞ്ഞു. ഞാനതൊന്നും ശ്രദ്ധിച്ചതേയില്ല. ഒരു ഭ്രമം കയറിയാൽ പിന്നെ അത് സ്വന്തമാക്കും വരെ എനിക്ക് സ്വസ്ഥതയുണ്ടാകുമായിരുന്നില്ല. ഇന്ന കാര്യമെന്നില്ല, ഏത് കാര്യത്തിലും അതുതന്നെയായിരുന്നു. അച്ഛൻ നാടു ഭരിക്കുന്ന രാജാവല്ലേ, അതേ പദവി തന്നെയായിരുന്നു എനിക്കും എന്ന് കരുതുക. ഇപ്പോൾ എൻ്റെ ഭ്രമം മുഴുവൻ ആനന്ദവല്ലി മാത്രമായിരുന്നു. ആ ഭ്രമം പൂർത്തീകരിക്കാൻ വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ ഒരുക്കമായിരുന്നു. പറഞ്ഞപ്പോഴൊക്കെയുള്ള അവരുടെ നിഷേധം എൻ്റെ വാശി വളർത്തിയതേയുള്ളൂ. ഒന്നും ചെയ്യരുതായിരുന്നു കുട്ട, ചെയ്തുപോയി. അതിപ്പോഴും നോവിക്കുന്ന ഒരു കുറ്റമായി മനസ്സിൽ മായാതെ കിടക്കുകയും ചെയ്യുന്നു. രാജാവിൻ്റെ മകനാണെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. ഒരു ദിവസം ആനന്ദവല്ലിയുടെ വീട് തേടി ഞാൻ ചെന്നു. ഒരു കൊച്ചുകുടിലായിരുന്നു അവളുടെ വീട്. കൊട്ടാരത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമേ അവൾക്ക് ജീവിക്കാനുണ്ടായിരുന്നുള്ളൂ. രോഗിയായ അച്ഛൻ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യവും ഞാൻ മനസ്സിലാക്കുന്നത്. ആനന്ദവല്ലി വിവാഹിതയും ഒരു കുഞ്ഞിൻ്റെ മാതാവുമായിരുന്നു. അവളുടെ മുറച്ചെറുക്കൻ തന്നെയാണ് അവളെ വിവാഹം കഴിച്ചിരുന്നത്. ഞാൻ കയറി ചെന്നപ്പോൾ അവൾ വല്ലാതെ പരിഭ്രമിച്ചു. ഭയം കൊണ്ട് വിറയ്ക്കുകയും ചെയ്തിരുന്നുവെന്ന് ഓർക്കുന്നു. അങ്ങെന്താ ഈ ചെയ്തത്? അങ്ങേപ്പോലൊരാൾ ഇവിടെ വരികയേ പാടില്ലായിരുന്നു. എൻ്റെ അവസ്ഥയെക്കുറിച്ച് ഞാൻ അന്നേ അവിടത്തോട് പറഞ്ഞിരുന്നല്ലോ. പറയുന്നതിനോടൊപ്പം അവൾ കൂടെ കൂടെ പുറത്തേക്ക് നോക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പുറത്തുനിന്ന് വരുവാനുള്ള ആരെയോ ഭയപ്പെടുന്നത് പോലെ. ആനന്ദവല്ലി എന്തിനാ ഭയപ്പെടുന്നത്? ആരെയാണ്? ഭർത്താവ് പുറത്തേക്ക് പോയിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ വരും. അങ്ങേ ഇവിടെ കണ്ടാൽ അദ്ദേഹം തെറ്റിദ്ധരിക്കും. അല്ലെങ്കിൽ തന്നെ നൃത്തവും കൊട്ടാരവുമൊക്കെ ഉപേക്ഷിക്കാൻ പറഞ്ഞു തുടങ്ങിയിരിക്കുന്ന ആളാണ്. നിത്യവൃത്തിക്കുള്ളത് അദ്ദേഹം ഉണ്ടാക്കിക്കൊള്ളാമെന്ന്. ആനന്ദവല്ലി അതിന് ഞാനൊന്നും പൂർത്തിയാക്കാൻ കഴിയും മുമ്പേ സിദ്ധാർത്ഥൻ കയറി വന്നു. അവളുടെ മുറച്ചെറുക്കനായ ഭർത്താവ് എന്നെ കണ്ടപ്പോൾ തന്നെ അയാളുടെ മുഖമിരുണ്ടു. എന്നെയും ആനന്ദവല്ലിയെയും അയാൾ മാറി മാറി നോക്കി. പിന്നെ എൻ്റെ നേരെ തിരിഞ്ഞു. രാജാക്കന്മാരെന്നു മുതലാ കൊട്ടാരം ജീവനക്കാരുടെ വീടുകളിൽ കയറി തുടങ്ങിയത്? അതോ ജീവനക്കാരികളുടെ വീടുകളിൽ മാത്രമോ? നിറഞ്ഞ പരിഹാസത്തോടെയായിരുന്നു അയാളുടെ ആ ചോദ്യം. ഭയങ്കരമായൊരു തെറ്റ് പറഞ്ഞത് കേട്ട പോലെ ആനന്ദവല്ലി ഓടി വന്ന് ഭർത്താവിൻ്റെ വായ്പൊത്തി. അത് അയാളെ കൂടുതൽ പ്രകോപിച്ചെന്ന് തോന്നി.
കൈ നിവർത്തി അവളുടെ ചീട്ടത്ത് തന്നെ ഒരടി. ആനന്ദവല്ലി പിന്നോക്കം മലച്ചുപോയി. ആ അടി എൻ്റെ മുഖത്താണ് കൊണ്ടതെന്ന് തന്നെയാണ് ഞാൻ കരുതിയത്. നിങ്ങൾ ഇത്രയും ക്ഷോഭിക്കാൻ മാത്രം ഇവിടെ ഒന്നും ഉണ്ടായില്ലല്ലോ. ഇതുവഴി പോയപ്പോൾ വെറുതെ ഒന്ന് കയറിയതാണ് ഞാൻ. അങ്ങനെ രാജാക്കന്മാർക്ക് വെറുതെ ഒന്ന് കയറിയിറങ്ങാനുള്ള തേവിടിശിപ്പുരയല്ല ഇത്. ഏതായാലും ഇന്ന് വന്നത് വന്നു. മേലിൽ നിങ്ങൾ ഇവിടെ വരരുത്. സിദ്ധാർത്ഥൻ ജ്വലിച്ചു. ഭീതി കൊണ്ട് ആനന്ദവല്ലിയുടെ മിഴികൾ വിഹ്വലങ്ങളാകുന്നത് ഒരു മാത്ര ഞാൻ കണ്ടു. വന്നതേ അബദ്ധമെന്ന് കരുതി ഒരക്ഷരം ഉരിയാടാതെ തലയും കുനിച്ചിറങ്ങിപ്പോരുകയായിരുന്നു ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ആദ്യത്തെ ആഘാതം. തേടി വന്ന നിലയ്ക്ക് ഒന്നുകൂടി കേട്ടിട്ട് പൊയ്ക്കോ. ഇനി ഇവളെ നിങ്ങളുടെ കൊട്ടാരത്തിലേക്ക് വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ആ ശമ്പളം വേണ്ട. ഇനി രാജാവാണെന്ന പ്രൗഢിയെങ്ങാനും കാണിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ അത് ഈ സിദ്ധാർത്ഥന്റെ അടുത്ത് ചെലവാകില്ലെന്ന് പറഞ്ഞില്ലെന്ന് വേണ്ട. ആകെ അപമാനിതനായതുപോലെ ഞാൻ തിരികെ പോന്നു. പിറ്റേന്ന് ആനന്ദവല്ലി കൊട്ടാരത്തിൽ എത്തേണ്ട ദിവസമായിരുന്നു. പക്ഷേ അവൾ എത്തിയില്ല. അന്നെന്നല്ല, പിന്നെ ഒരിക്കലും. അത് ഞാൻ ക്ഷമിക്കുമായിരുന്നു. പക്ഷേ അവളുടെ ഭർത്താവ് ആരോടൊക്കെയോ എന്നെയും അവളെയും ചേർത്ത് അനാവശ്യങ്ങൾ പറഞ്ഞു നടക്കുന്നതായി ഞാൻ അറിഞ്ഞു. അങ്ങനെ അത് ചെവിയിലെത്തിയപ്പോഴാണ് അടുത്ത ചില സ്നേഹിതന്മാരോട് ഞാൻ വിവരങ്ങളെല്ലാം പറഞ്ഞത്. അവർ ഉറക്കെ ചിരിക്കുകയാണ് ചെയ്തത്. നാളത്തെ രാജാവാകേണ്ടവനാണ് ജഗന്നാഥ നീ. ഒരു രാജാവിൻ്റെ ആഗ്രഹം സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ ഒരു നാട്ടിൽ ആരുടെയാണ് സാധിക്കുക? നീ സമാധാനമായിരിക്കെ, നമുക്ക് ഒരു വഴി കണ്ടെത്താം. അവർ തന്നെ വഴി കണ്ടു. ഒരു രാത്രി ഞാനും കൂട്ടുകാർ 3 പേരും കൂടി ആനന്ദവല്ലിയുടെ വീട്ടിൽ വീണ്ടും എത്തുന്നു. അർദ്ധരാത്രി സമയം. നേരത്തെ പദ്ധതി തയ്യാറാക്കിയിരുന്നതിനാൽ കാര്യങ്ങൾ എളുപ്പമായിരുന്നു. കൂട്ടുകാരിൽ ഒരാൾ നേരെ ചെന്ന് വാതിലിൽ മുട്ടി. ഞാൻ ഇരുട്ടിൽ ഒളിച്ചു നിൽക്കുകയായിരുന്നു. വാതിൽ തുറന്നത് സിദ്ധാർത്ഥൻ. മുന്നിൽ നിൽക്കുന്ന ചെറുപ്പക്കാരനെ കണ്ട് അയാളൊന്ന് പകച്ചിരിക്കണം. അത് പക്ഷി ഭാവിക്കാതെ അപ്പോഴും ശോഭിക്കുകയാണ് അയാൾ ചെയ്തത്. ഞങ്ങൾ കൊട്ടാരത്തിലെ ജോലിക്കാരാണ്. നിങ്ങളോട് അവിടെ വരാൻ തിരുമേനി പറഞ്ഞയച്ചിരിക്കുന്നു. എന്തിന്? അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ മഹാരാജാവിൻ്റെ ചിലവിലല്ല ജീവിക്കുന്നത്. നിങ്ങൾ കാളുമാറിപ്പോയി. അയാൾ ധിക്കാരത്തോടെ വാതിൽ വലിച്ചടയ്ക്കാൻ തുടങ്ങുകയായിരുന്നു. എന്നെപ്പോലെ ക്ഷമയുള്ളവരായിരുന്നില്ല എൻ്റെ കൂട്ടുകാർ. അതിലൊരാൾ പൊടുന്നനെ വാതിൽക്കലേക്ക് കാലെടുത്തു വെച്ചു. സിദ്ധാർത്ഥന് വാതിലടയ്ക്കാൻ കഴിയുമായിരുന്നില്ല. ഇറങ്ങിപ്പോകിനടാ പട്ടികളെ, അങ്ങനെ ഒരു അലർച്ച കേട്ടു. സിദ്ധാർത്ഥൻ അങ്ങനെ വിളിക്കാൻ പോയതാണ് അപകടമായത്. എൻ്റെ കൂട്ടുകാരുടെ സമനില തെറ്റി. ഒരു നിമിഷം. പിന്നെ ഞാൻ കണ്ടത് മുറ്റത്തേക്ക് തെറിച്ചു വീഴുന്ന സിദ്ധാർത്ഥനെ, ഒപ്പം കൂട്ടുകാരിൽ ഒരുവന്റെ ഭീഷണിയും. വർമ്മ, നീ അകത്തേക്ക് കയറ്. പറഞ്ഞതുപോലെയെല്ലാം നടക്കട്ടെ. ഇല്ലെങ്കിൽ കയറുന്നത് ഞങ്ങളായിരിക്കും. എനിക്ക് അനുസരിക്കുകയേ നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. ഞാൻ സങ്കോചത്തോടെ മുറിയിലേക്ക് കയറി. ഭിത്തിയിൽ ചാരി മുഖം പൊത്തി നിന്ന് തേങ്ങുകയാണ് ആനന്ദവല്ലി. ഞാൻ വിളിച്ചിട്ടും അവൾ മുഖത്തു നിന്ന് കൈയെടുക്കുകയാകട്ടെ എന്തെങ്കിലും ശബ്ദിക്കുകയാകട്ടെ ചെയ്തില്ല. മനസ്സിൻ്റെ ഒരു കോണിൽ എനിക്ക് തോന്നിയത് ഒരു വിഷാദമായിരുന്നു. വയ്യ, എൻ്റെ വാശിയും ചോർന്നു പോകുകയാണ്. ഞാൻ പിന്തിരിയാൻ തുടങ്ങുകയായിരുന്നു. അപ്പോഴാണ് ആ ദുരന്തം നടന്നത്. അതൊരു ചതിയായിരുന്നോ? ഇപ്പോഴും എനിക്കത് ബോധ്യമായിട്ടില്ല. തമ്പുരാൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു.